നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. നിലവിൽ കടകംപള്ളി സുരേന്ദ്രനാണ് അവിടുത്തെ MLA. CPM-ഉം വിജയപ്രതീക്ഷയിലാണ്. ഒരു ഹാട്രിക് വിജയം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ അവിടെ മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ ആ മണ്ഡലം വലിയ വെല്ലുവിളിയാണ് CPM-ന് ഉയർത്തുന്നത്. SIR പൂർത്തിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ വലിയ രീതിയിൽ അവിടെ നിന്ന് അസാധുവായ വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടു. ഇത്തരത്തിൽ കഴക്കൂട്ടത്ത് മാത്രമല്ല, തിരുവനന്തപുരം സെൻട്രലും വട്ടിയൂർക്കാവും നേമവും 4 നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിൽ നിന്നും ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം വോട്ടുകളാണ് നീക്കം ചെയ്യപ്പെട്ടത്. കഴക്കൂട്ടത്ത് 1/2 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടപ്പോൾ BJP തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. CPM ആകട്ടെ അത് തലയ്ക്ക് കിട്ടിയ അപ്രതീക്ഷിത അടി എന്ന രീതിയിലാണ് ആ ഒരു വോട്ട് നീക്കം ചെയ്യലിനെ കാണുന്നത്. തങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന അല്ലെങ്കിൽ തങ്ങളുടെ പെട്ടിയിൽ വീഴുന്ന വോട്ടുകളാണ് അതൊക്കെ എന്ന് CPM ഉറച്ചു വിശ്വസിക്കുന്നു. എന്തായാലും അസാധുവായ വോട്ടുകൾ ഇനി ഒരു കാരണവശാലും വോട്ടർ പട്ടികയിൽ ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. ഇവിടെ കഴക്കൂട്ടം ഞാൻ പറഞ്ഞല്ലോ, ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അല്ലെങ്കിൽ ഒരു മത്സരമാണ് കഴക്കൂട്ടത്ത് നടക്കുന്നത്. അത്തരത്തിൽ ഒരു മത്സരം നടക്കുമ്പോൾ നാം പ്രധാനമായും മനസ്സിലാക്കേണ്ടത് അവിടെ CPM-ഉം BJP-യും നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല എന്ന് തന്നെ പറയാം. ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല. അവരുടെ 1ാം ഘട്ട പട്ടിക പുറത്തു വന്നപ്പോഴും കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വ്യക്തമായ യാതൊരു പരാമർശങ്ങളും അതിൽ ഇല്ല. അതുതന്നെ കഴക്കൂട്ടത്ത് കോൺഗ്രസ് അങ്ങേയറ്റം ദുർബലമാണെന്നതിൻ്റെ തെളിവാണ്. സംഘടനാപരമായും രാഷ്ട്രീയമായും ഒക്കെ കോൺഗ്രസ് കഴക്കൂട്ടത്ത്, മറ്റു പല മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് ഇപ്പോൾ വട്ടിയൂർക്കാവ് കോൺഗ്രസ് വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയും ആ സ്ഥാനാർത്ഥി പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. നേമത്ത് കോൺഗ്രസ്സിന് മികച്ച സ്ഥാനാർത്ഥിയില്ല. കഴക്കൂട്ടവും നേമവും BJP-യും CPM-ഉം നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളായി മാറിയിരിക്കുകയാണ്. എന്തായാലും കഴക്കൂട്ടത്ത് BJP-ക്ക് വേണ്ടി മത്സരിക്കുന്നത് അവരുടെ മുൻ കേന്ദ്ര സഹമന്ത്രിയും മുൻ സംസ്ഥാന അധ്യക്ഷനും ഒക്കെയായ ശ്രീ V. മുരളീധരനാണ്. നമുക്കറിയാം, V. മുരളീധരൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളല്ല വർഷങ്ങളായി കഴക്കൂട്ടത്ത് താമസിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരികയാണ്. അതായത് വളരെ ഗൗരവകരമായി കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് ഇക്കുറി ഞാൻ വിജയിക്കും, എനിക്ക് വിജയിക്കണം എന്ന ആ ലക്ഷ്യം മാത്രം മുൻനിർത്തി അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ്. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടും ജനങ്ങളുടെ പരാതി കേട്ടും പരിഹാരം നിർദ്ദേശിച്ചും കഴക്കൂട്ടം മണ്ഡലത്തിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ ഒരു MLA എന്നുള്ള നിലയ്ക്ക് മണ്ഡലത്തിൽ സജീവമാണ്. അദ്ദേഹത്തിന് ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. എന്നാൽ V. മുരളീധരൻ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയല്ല. എന്നിട്ടും അദ്ദേഹം കഴക്കൂട്ടം മണ്ഡലത്തിനു വേണ്ടി സജീവമായി രംഗത്തുണ്ട്. BJP-യുടെ എല്ലാ മിഷനറിയും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മണ്ഡലത്തിലെമ്പാടും യാത്ര ചെയ്യുന്നു. മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കുടിവെള്ളമാണ്. കുടിവെള്ള വിതരണം കഴക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വെല്ലുവിളിയാണ്. അത് സർക്കാർ വകുപ്പ് വാട്ടർ അതോറിറ്റിക്ക് കീഴിൽ ഫലപ്രദമായി കുടിവെള്ള വിതരണം അവിടെ നടക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. കേന്ദ്ര പദ്ധതികളുടെ സഹായത്തോടുകൂടി കൃത്യമായി കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു സംരംഭങ്ങൾ അത് സംസ്ഥാന സർക്കാർ പൂർത്തീകരിച്ചിട്ടില്ല. ചിലതൊന്നും ആരംഭിച്ചിട്ടുമില്ല. അവിടെയാണ് V. മുരളീധരൻ്റെ പ്രസക്തി. അദ്ദേഹത്തിന് ഈ കേന്ദ്ര സഹായത്തോടുകൂടി അവിടെ വലിയ രീതിയിൽ ഈ കുടിവെള്ള വിതരണം സുഗമമായി നടത്താൻ
സാധിക്കുമെന്ന് ജനങ്ങൾ കരുതുന്നു, വോട്ടർമാർ കരുതുന്നു. അതുപോലെ ഗതാഗത സൗകര്യം വലിയ വെല്ലുവിളിയാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ. നമുക്കറിയാം, നമ്മുടെ പ്രധാനപ്പെട്ട ദേശീയപാതയും ബൈപ്പാസുമൊക്കെ കഴക്കൂട്ടം മണ്ഡലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഗതാഗത സൗകര്യങ്ങൾ കുറവാണ് എന്ന് കേട്ടാൽ ആരും മൂക്കത്ത് വിരൽ വയ്ക്കും. കടകംപള്ളി സുരേന്ദ്രൻ 2016 മുതൽ അവിടെ MLA ആണ്. അദ്ദേഹം 96-ൽ അവിടുന്ന് വിജയിച്ചതാണ്. 2001-ൽ പരാജയപ്പെട്ടു, 2006-ലും പരാജയപ്പെട്ടു, 2011-ൽ അദ്ദേഹം മത്സരിച്ചില്ല, പകരം 2016-ൽ മത്സരിച്ച് വിജയിച്ചു. ഈ 1/4 നൂറ്റാണ്ടിലധികം കഴക്കൂട്ടം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടും അദ്ദേഹത്തിന് ഈ 2 പ്രശ്നങ്ങളും, കുടിവെള്ള വിതരണവും അതുപോലെ തന്നെ ഗതാഗത സൗകര്യവും, ഗതാഗത പ്രതിസന്ധികളും പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ 1/4 നൂറ്റാണ്ടിലധികമായിട്ടും മാറി മാറി ഭരിച്ച ഇടത് വലത് സർക്കാരുകൾക്കും ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ 2014-ൽ അധികാരമേറ്റ മോദി സർക്കാർ 2015-ൽ തന്നെ കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൻ്റെ 4 വരി നിർമ്മാണം ആരംഭിച്ചു. ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണം ആരംഭിച്ചു. ഓരോ ബജറ്റിലും ആയിരക്കണക്കിന് കോടി രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചത്. ഇപ്പോൾ കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. കഴക്കൂട്ടത്ത് നല്ല 1-ാം തരം മേൽപ്പാലം വന്നതോടുകൂടി കഴക്കൂട്ടം ജംഗ്ഷനിലെ കുരുക്ക് അവസാനിച്ചു. ആ ഗതാഗത കുരുക്ക് എന്നേക്കുമായിട്ട് പരിഹരിക്കാൻ ആ ഒരു ഫ്ലൈ ഓവറിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോഴിതാ ശ്രീകാര്യം ജംഗ്ഷനിൽ വലിയ ഫ്ലൈ ഓവർ വരികയാണ്. കേന്ദ്ര പദ്ധതിയാണ്, ദേശീയ പാതയിലാണത് നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാർ പൊള്ളയായ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എത്രയോ കോടി രൂപ ഞങ്ങൾ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. വാസ്തവം അതല്ല. ആർക്കും സത്യം മനസ്സിലാവും. ഇന്ന് ഇത്തരം വ്യാജ പ്രചാരണങ്ങളൊന്നും വിജയിക്കില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം വി മുരളീധരൻ്റെ സവിശേഷമായ ശ്രദ്ധയും അതിന് പിന്നിൽ പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സും നമ്മൾ കാണാതെ പോയിക്കൂടാ. തീർച്ചയായിട്ടും വി മുരളീധരൻ്റെ പ്രയത്നം കൊണ്ടുകൂടിയാണ് ഇതൊക്കെ സാധ്യമായത്. സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴും അദ്ദേഹം ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടുന്ന നിരവധി കാര്യങ്ങൾ ചെയ്തു. നമുക്കറിയാം, കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് കഴക്കൂട്ടം മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ നിരവധി പ്രത്യേകതകളുള്ള ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. കഴക്കൂട്ടം നമ്മൾ കരുതുന്നത് പോലെ നഗര കേന്ദ്രീകൃത മണ്ഡലമാണെങ്കിലും അതിൻ്റെ വടക്കൻ അതിർത്തി ആറ്റിങ്ങലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം തികച്ചും ഗ്രാമീണമായ ഒരു അന്തരീക്ഷമാണ് അവിടെയൊക്കെ നിലനിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തീരദേശം കൂടി കഴക്കൂട്ടത്തുണ്ട്. ഈ ഭാഗത്തെല്ലാം കുടിവെള്ളം ഒരു വലിയ പ്രശ്നമാണ്. അത് പരിഹരിക്കുന്നവർക്ക് വോട്ട് കൊടുക്കും എന്നാണ് ജനങ്ങളുടെ തീരുമാനം. അവിടെ ഈ 1/4 നൂറ്റാണ്ടിലധികം അവിടെ നിന്ന് വിജയിച്ച് പ്രവർത്തിച്ചിട്ടും മന്ത്രിയായിട്ടും ഒക്കെ ഭരണം നടത്തിയ കടകംപള്ളി സുരേന്ദ്രന് ഈ പ്രശ്നം ഇതുവരെ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ലാത്തത് CPM-ന് ഒരു വലിയ തിരിച്ചടിയാണ്. അവിടെയാണ് ജനം വി മുരളീധരനിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. അദ്ദേഹം ഈ പ്രശ്നം സമർത്ഥമായി പരിഹരിക്കുമെന്ന് അവിടുത്തെ വോട്ടർമാർ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതാണ് കഴക്കൂട്ടത്തെ സാഹചര്യം. കഴക്കൂട്ടത്ത് രാഷ്ട്രീയമായിട്ട് BJP-യും CPM-ഉം നേരിട്ട് ഏറ്റുമുട്ടാൻ തക്കവണ്ണം ശക്തിയുള്ളവരാണ്, താഴെത്തട്ടിൽ പ്രവർത്തനമുള്ളവരാണ്. എന്നാൽ കോൺഗ്രസ് സംഘടനാപരമായി വലിയ ദൗർബല്യം നേരിടുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം താഴെത്തട്ടിൽ പ്രവർത്തിക്കാനുള്ള മിഷനറി അവിടെ ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2 തവണയും 2016-ൽ MA വാഹിദ് മത്സരിച്ച് 35,000-ഓളം വോട്ട് നേടി 3-ാം സ്ഥാനത്തായി. അതുപോലെ തന്നെ 2021-ലും ഡോക്ടർ ലാൽ മത്സരിച്ച് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അദ്ദേഹം
35,000-ന് താഴെ വോട്ടുകളാണ് അദ്ദേഹം പിടിച്ചത്. 2016-ലും 2021-ലും കടകംപള്ളി സുരേന്ദ്രൻ വിജയിച്ചു. രണ്ടാമതെത്തിയ BJP മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. ആ പ്രകടനം അതിൻ്റെ വർദ്ധിത ഊർജത്തോടുകൂടി ഇക്കുറി ആ പ്രകടനം ആവർത്തിക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള അഹോരാത്ര പ്രവർത്തനങ്ങളിലാണ് BJP അണികളും പ്രവർത്തകരും. വി മുരളീധരനെ പോലൊരു നേതാവ് മുന്നിൽ നിന്ന് നയിക്കുമെങ്കിൽ വിജയം ഉറപ്പാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. കഴക്കൂട്ടത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ വിശകലനം ചെയ്യാം. കഴക്കൂട്ടത്ത് ആര് ജയിക്കും, ആര് വാഴും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള ഒരു വലിയ തിരിച്ചടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കളങ്കമേൽപ്പിച്ചിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. അദ്ദേഹത്തെ 2 തവണ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അദ്ദേഹത്തിന് ആ സ്വർണ്ണക്കൊള്ളയിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം അത് വലിയ രീതിയിൽ മണ്ഡലത്തിൽ ചർച്ചാ വിഷയമാണ്. CPM അതുകൊണ്ട് തന്നെ വലിയ പ്രതിരോധത്തിലുമാണ്. എന്തെങ്കിലുമൊക്കെ ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം സമൂഹ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലുമൊക്കെ ഈ വിഷയം വലിയ രീതിയിൽ വിവാദമായതാണ്. CPMന് വലിയ പ്രതിരോധം തീർക്കേണ്ടി വന്നു. എന്നിട്ടും അവർക്ക് ഈ ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ അവഗണിച്ച് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞിട്ടില്ല. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ CPMന് കനത്ത തിരിച്ചടി പല വാർഡുകളിലും, കഴക്കൂട്ടം മണ്ഡലത്തിൽ വരുന്ന പല വാർഡുകളിലും നേരിടേണ്ടി വന്നു. BJP ഏതാണ്ട് 14 വാർഡുകളിലാണ് അവിടെ ജയിച്ചത്. ഇതും BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. മുരളീധരനെ പോലൊരു നേതാവും ഈ പറഞ്ഞതുപോലെ താഴെ തട്ടിൽ പ്രവർത്തനവും വാർഡുകളിൽ വിജയിക്കാൻ കഴിഞ്ഞതും BJPയുടെ ആത്മവിശ്വാസത്തെ, വിജയപ്രതീക്ഷയെ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതേസമയം ഈ ആക്ഷേപങ്ങളും ആരോപണങ്ങളും നേരിടാനാകാതെ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ദേവസ്വം മന്ത്രി എന്ന ഒരു പ്രതീതി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിച്ഛായ ശ്രീ കടകംപള്ളി സുരേന്ദ്രന് ഉണ്ടായിരിക്കുന്നു. അതിൽ നിന്ന് അത്ര എളുപ്പത്തിലൊന്നും CPMനും അദ്ദേഹത്തിനും രക്ഷപ്പെടാൻ കഴിയില്ല. ഭരണവിരുദ്ധ വികാരം ഒരു വശത്ത് ശക്തമായി അലയടിക്കുന്നു. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരായ ഒരു തരംഗം തന്നെ കേരളത്തിൽ ഉണ്ട് എന്ന് നമുക്ക് കരുതാം. ഇങ്ങനെ നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ CPMന് വന്ന് ഭവിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് ആകട്ടെ വളരെ ദുർബലവും. ന്യൂനപക്ഷങ്ങൾ തങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് CPM ആവർത്തിക്കുന്നുണ്ടെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ എണ്ണം വളരെ കുറവാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ. ഇത് BJPക്ക് പ്രതീക്ഷ കൂടുതൽ നൽകുന്നു. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗം BJPക്ക് വോട്ട് ചെയ്യും. അതിനുള്ള സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് എന്നതും BJPയുടെ ഒരു പ്രതീക്ഷയ്ക്ക് വലിയ ഊർജം നൽകുന്നുണ്ട്. അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നിരവധി മാനദണ്ഡങ്ങൾ BJPക്ക് അനുകൂലമായി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ കഴക്കൂട്ടം മണ്ഡലത്തിലെ മത്സരം കടുക്കുമെന്ന് തീർച്ചയാണ്. ആർക്കും പ്രവചിക്കാൻ കഴിയുന്നില്ല കഴക്കൂട്ടത്ത് ആര് ജയിക്കും എന്ന്. വലിയൊരളവിൽ വി മുരളീധരൻ്റെ പേര് അവിടെ പറഞ്ഞു കേൾക്കുന്നു. ഈ ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഒക്കെ കൃത്യമായി അവിടെ പ്രവർത്തിച്ചാൽ CPMനെ സംബന്ധിച്ചിടത്തോളം, LDFനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ ഇരുട്ടടി തന്നെയായിരിക്കും. കഴക്കൂട്ടം മണ്ഡലത്തിൽ ഒരു അട്ടിമറി നമുക്ക് പ്രതീക്ഷിക്കാം.